ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതല്ല, ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തീരെ വയ്യാത്തൊരു ദിവസമാണ്. സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും, കോൾഡൊക്കെ പിടിച്ച് ഫുള്ള് സൈഡാണ്. ഷുട്ടൂന് ചെറിയൊരു മൂക്കടപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ ഓൾമോസ്റ്റ് മാറി വന്നു. അപ്പോഴേക്ക് എനിക്ക് വന്നിട്ടുണ്ട്. കുറച്ചധികം തണുത്ത വെള്ളം സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊണ്ടവേദന വന്നു ആദ്യം, പിന്നെ അത് കോൾഡായി. അപ്പോൾ ഇപ്പോൾ ഇനി എണീച്ച് ഞാനൊന്ന് ഫ്രഷായി. ഷുട്ടൂനെ ഏകദേശം ഒന്ന് ഫ്രഷപ്പ് ആക്കി. ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാം. അമ്മയ്ക്ക് കിട്ടി. നോക്കാനൊന്നുമില്ല, പത അവിടെ വെച്ചേ. നോ പ്ലീസ്, ഞാനെടുക്കും. ഇതൊക്കെ പറ്റില്ല. നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇതാടാ ഇത്. മാണ്ടാവുവാണോ? അല്ല, ഷുട്ടുവാണോ? അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. അമ്മ ഉച്ചയ്ക്ക് എന്താക്കാന്നുള്ള തീരുമാനത്തിൽ ഇങ്ങനെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പരിപ്പ് കറിയും കൊഞ്ചം കറിയൊക്കെ വെക്കാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഐ പൊട്ട് മാസ്ക്. അമ്മ ഡോക്ടർ. അമ്മ ഡോക്ടർ. ചുട്ടു ഡോക്ടർ. അയ്യോ, കണ്ണിനാന്നോ? എവിടാ? എന്താ വേണ്ടേ? അതവിടെ ഇല്ല, അതിങ്ങല്ലേ. ഞാൻ നല്ല കോൾഡ് പിടിച്ച്, പിന്നെ വേറെ ആർക്കും കൂടുതലായിട്ട് വരണ്ടെന്നുള്ളതുകൊണ്ട് മാസ്ക് ഇട്ടു. ഞാൻ ഇപ്പം ഷുട്ടു ഉണ്ടായതിന് ശേഷം അധികവും നമ്മൾ കോൾഡൊക്കെ വന്നാൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഓൾക്ക് വരും, അല്ലെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ വരും. അതുകൊണ്ട് മോസ്റ്റ്ലി ഇങ്ങനത്തെ പരിപാടി എടുക്കാറുണ്ട്. ആൻഡ് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമുക്ക്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തോന്നാറില്ല. അപ്പോൾ ഞാൻ കൊഞ്ചം കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ടൊക്കെ നിരിച്ചു. നമ്മൾ ഇന്ന് കൊഞ്ചം കറി, അതുപോലെ തന്നെ പരിപ്പ് കറി, പിന്നെ നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയില ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വാഴക്കാമ്പ് ഉപ്പേരി. അപ്പോൾ അത്രയും സാധനങ്ങൾ ആക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അമ്മ. പിന്നെ നമ്മളിപ്പം 2-3 ദിവസമായിട്ട്, 2-3 ദിവസം എന്നല്ല, ഇവർ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഹെവി ഫുഡാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലൈറ്റാക്കി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതൊക്കെ മുറിച്ചിട്ട് വെച്ചതിന് ശേഷം സമയം ഒരു നേരമായിട്ടുണ്ട്. ഷുട്ടു ഇതുവരെ രാവിലത്തെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയം TV ഒക്കെ വെച്ച് കൊടുത്ത ആളൊന്ന് ചില്ലാക്കി. ഇപ്പം ഭയങ്കര കളിപ്രാന്ത് കൂടിയിട്ടുണ്ട്. ഒരേ കളിയാണ്, ഒന്നും തിന്നൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് സമയം TV അവിടെ വെച്ച് കൊടുത്തൊന്ന് ചില്ലാക്കി കുറച്ച് പുട്ടും കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കുറച്ച് ജ്വല്ലറി ഷൂട്ടും കാര്യവും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു ഞാനും. അതിന് മുന്നേ ഇവളെ ഒന്ന് സെറ്റാക്കി വിട്ടിട്ട് വേണം. എന്നാൽ പിന്നെ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. പിന്നെ ആൾ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചോളും. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കൊടുത്തിട്ട് എൻ്റെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ജ്വല്ലറി ഷൂട്ടും കാര്യവും പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എന്തായാലും എനിക്ക് കുറച്ച് ടയേർഡായിരുന്നു. എന്തായാലും കാണിക്കാണ്ട് പോകില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ ചാലോടുള്ള ക്ലിനിക്കിൽ പോയിട്ടൊന്ന് ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് ലോ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കാണിച്ചൊക്കെ നേരെ റെഡിയായി വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ചോറ് കഴിക്കാനിരുന്നു. നമ്മൾ പരിപ്പ് കറിയുണ്ട്, കൊഞ്ചം കറിയുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്ക് പിന്നെയും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് ഷൂട്ടിനെ കൊണ്ട് ഉറക്കണം, കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഉറക്കണം, എനിക്ക് ഒന്ന് കിടക്കണം. മൂക്കിൽ മരുന്നെല്ലാം ഒട്ടിച്ചിട്ടിരിക്കുന്നത്. നമ്മൾ രണ്ടാൾക്ക് കോൾഡ് പിടിച്ചില്ല. ചൂടെടുക്കുന്നതുകൊണ്ട് ഷുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഊരി മാറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഉറങ്ങട്ടെ. ഞാൻ ഇവിടെ ഉറക്കി എണീച്ചിട്ട് കാണാം. ഉറങ്ങട്ടെ അമ്പോ. അതിന് ഞാൻ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ചു. ഷുട്ടു എണീച്ചിട്ടില്ല, ഞാൻ പിന്നെ വിളിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചായയൊക്കെ കുടിക്കാൻ നോക്കണം. ഭയങ്കര ബാഡ് സൗണ്ടായിട്ടുണ്ട്.
കിടക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു, എപ്പോഴും ഉറങ്ങി എണീച്ച് കഴിയുമ്പോഴാണ് അധികം. കൺമശി വരുന്നൊന്നുമല്ല, പിന്നെ അപ്പം തന്നെ ഫുള്ള് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ വരും, അത് വേറൊരു സൈഡ്. അപ്പോൾ എന്തായാലും ഏട്ടനും കുഞ്ചുവും വരുന്നുണ്ട്, അവർ വേറെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ചായക്ക് കൊണ്ടുവരിക്കും. അത് വന്ന ശേഷം നമുക്കിപ്പം ചായ വെക്കാം. ഞാൻ പറയുന്നത് എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് സൗണ്ട് എടുത്ത് പറയാനുള്ള ഒരു ശേഷിയില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും അവർ വന്നിട്ട് കാണാം. ഏട്ടനും കുഞ്ചും പുറത്ത് പോയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അവർ മുഴപ്പാല എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. എനിക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. വിശപ്പ് നല്ലൊരു പെട്ടെന്ന് കുടിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് പറഞ്ഞില്ലേ, തണുപ്പ് പിടിച്ചുകൊണ്ട് തൊണ്ടയൊക്കെ ആകെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഷുട്ടൂന് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അത് മുറിക്കലാണ് പ്രധാന ഹോബി. കാരണം ഹാപ്പി ടു യുവിൻ്റെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അങ്ങനെ അവൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഇവളുടെ ഇഷ്ടത്തിന് വേറൊന്നും പറയാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. അക്കാര്യത്തിൽ നമ്മൾ രണ്ടാളും ടേസ്റ്റ് പക്ക പെർഫെക്റ്റാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ അമ്മയും മോളും ഏകദേശം സെയിം ടേസ്റ്റാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഞാനൊരു ബ്രെഡ് ഉണ്ടായിരുന്നു ഏട്ടൻ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ബ്രെഡ് കഴിച്ചു. പൊട്ടിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെല്ലാവരും കൂടെ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ഷുട്ടൂനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ ഞാൻ ഷുട്ടൂനെ കുളിപ്പിച്ച് അവളെ ഏച്ചിമാരുടെ അടുത്ത് കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്, കോൾഡ് പിടിച്ചാൽ എന്തെന്നാലും തുമ്മാന്നുള്ളത്. ഇപ്പം എന്താ അറിയില്ല, നല്ലപോലെ 2-3 തുമ്മലും കഴിഞ്ഞതിൻ്റെ മൂക്ക് കണ്ടില്ലേ. പിന്നെ ഇപ്പം എനിക്ക് പോയിട്ടൊന്ന് മേലെ കഴുകണം. ആക്ച്വലി ഞാൻ കുറേ ദിവസമായി ഹെഡ് വാഷ് ചെയ്തിട്ട്, ഞാൻ തണുപ്പിൻ്റെ ഒരു സൈൻ ഉള്ളപ്പോഴേ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ചൂടെടുക്കുന്നുണ്ട്, ചിലപ്പോൾ ഞാൻ തലയും കൂടെ കുളിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ആവി പിടിക്കാൻ നിന്നു. എനിക്ക് ആവി പിടിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാബ്ലറ്റൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ നല്ലപോലെ ആവി പിടിച്ചു. നല്ല അടിപൊളി ടാബ്ലറ്റ് ആയിരുന്നു, നല്ലൊരു സുഖം കിട്ടി. നമ്മുടെ ഒരു വിക്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെയാണ്. പക്ഷെ ഒരു പ്രാവശ്യം ആവി പിടിച്ചപ്പോൾ തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആവി പിടിക്കാൻ നിന്നു. പിന്നെ ഷുട്ടൂനെ ഞാൻ ഏച്ചിമാരുടെ അടുത്ത് കളിക്കാനാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവളെ കൂട്ടാൻ പോകണം. നമ്മൾ അതിലിടയ്ക്ക് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് കണ്ണൂർ ദസറ കാണാൻ പോകാമെന്ന്. പിന്നെ ഇപ്പം അതിന് റെഡി ആവണം. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്, നമ്മൾ കണ്ണൂർ ദസറ കാണാൻ പോകാമെന്ന് ചോദിച്ചു. ഷുട്ടൂനെ ഞാൻ TV വെച്ച് കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് റെഡി ആവണം. അച്ഛനും അമ്മയെല്ലാം അമ്പലത്തിൽ പരിപാടി ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഏട്ടൻ അവരെ കൊണ്ടുവിടാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഷാട്ടുപടയിൽ റെഡി ആയിട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഞാൻ റെഡിയാവുന്നതിന് മുന്നേ ഞാൻ ഷുട്ടൂനൊന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മീൻവൈൽ എൻ്റെ കണ്ണാടി നല്ലപോലെ ക്ലീൻ ആക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഇത് കുഞ്ചു വാങ്ങുന്ന വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ റെഡിയായി അവർ വരുമ്പോഴേക്കും. ഓ പോവാ, അയ്യേ മമ്മി വരട്ടെ, പോകാം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് മാമനും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു. ആച്ചാച്ചനും അമ്മമ്മയും ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, അവർ അമ്പലത്തിൽ പോയതുകൊണ്ട് പിന്നെ ഇവർ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിലും പോയി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ. ഞാൻ ഷുട്ടും വെയിറ്റ് ചെയ്ത് നമ്മൾ നല്ല പോസ്റ്റായി. കുറച്ച് സമയം അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവരെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് അവരെത്തി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾ ഓഫ് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്താ ഇവിടെ നമ്മളെ കണ്ണൂർ കാൾടെക്സ് തൊട്ടിട്ട് പിന്നെ ഫുള്ള് ലൈറ്റ് തന്നെയാണ്. നമ്മളെ മുനീശ്വര കോവിലല്ല, വേറെ ഏതോ ഒരു കോവിലുണ്ട് നമ്മുടെ KVR ടവറിൻ്റെ അടുത്ത്. അങ്ങോട്ടൊക്കെ ഭയങ്കര അടിപൊളി പരിപാടിയായിരുന്നു. അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കണ്ണൂർ പോലീസ് മൈതാനത്തിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ആയിരുന്നു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദസറേൻ്റെ. ഭയങ്കര രസമായിരുന്നു കാണാൻ. നമ്മൾ പോയിട്ടില്ലെങ്കിൽ മിസ്സായി പോകുമെന്ന് തോന്നിപ്പോയ ഒരു അടിപൊളി സംഭവമായിരുന്നു. ഇവിടുന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് ലൈറ്റാണ്. നമ്മൾ പ്രതീക്ഷിച്ചാലും പക്ഷേ അത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. വണ്ടിയല്ല, ആൾക്കാർ നല്ല പോലെ ഉണ്ടായിരുന്നു. വണ്ടി ഫുള്ള് അവിടെ ഇവിടെ റോഡ് മേലൊക്കെ പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ പരിപാടി കാണാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വണ്ടിക്ക് വെക്കാൻ വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല നമുക്ക്. നമ്മളും അങ്ങ് സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ട് വണ്ടി വെച്ച് പിന്നെ ഫുള്ള് നടന്ന് ഇങ്ങോളം വന്നു. KVR ടവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. KVR ടവറിന് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് അടിപൊളി ലൈറ്റ്സ് കാണാൻ പറ്റിയത്. അങ്ങോട്ടേക്ക് കിട്ടിലും സെറ്റപ്പിൽ അടിപൊളി സ്റ്റേജും ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയിനെ, അത്രയും സൂപ്പർ സംഭവമായിരുന്നു. ഏത് ഇപ്പറല്ലേ? അതിവിടെ ഉണ്ടല്ലോ ഫ്രണ്ടിൽ.
കണ്ടില്ലേ എത്ര ആൾക്കാരാന്ന് നോക്കൂ. രാത്രി ഈ ഒരു ടൈമിൽ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരും എന്താ പറയുക, നമ്മൾ ഫുട്പാത്തിൽ കൂടെ ഒക്കെ നടക്കൂലേ, അത്രയും തിരക്കുള്ള സ്ഥലത്ത് അതുമാതിരിയായിരുന്നു കണ്ണൂർ ടൗൺ മൊത്തം. ഇത് നമ്മുടെ പോലീസ് മൈതാനിയിലുള്ള സംഭവങ്ങളാണ്. അവിടെ ചെറിയ സ്റ്റോളും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോളിലേക്കൊന്നും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫുള്ള് നടന്ന് നമ്മളെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണലായിരുന്നു നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂർ ദസറ. ഇങ്ങോട്ടേക്കാണ് നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത്. അവിടെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റാളും എന്തൊക്കെയോ കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷെ നമുക്ക് വിൽക്കുന്നതും വാങ്ങുന്നതും ആയിരുന്നില്ല നമ്മളെ ലക്ഷ്യം. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് അധികം പോയില്ല. നമ്മൾ ജസ്റ്റ് ഫുള്ള് പോയി നമ്മൾ വണ്ടി അവിടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ പാർക്ക് ചെയ്ത് പിന്നെ മൊത്തമായിട്ട് നടന്നു. ഫുള്ള് നടന്ന് എല്ലാ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണലായിരുന്നു പ്രധാന പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ വന്നിട്ട് മിസ്സായി പോയിട്ടില്ലേ. അയ്യോ ഇതാരെ കയ്യാ പോയി പിടിക്കുന്നേ. കാഞ്ചിയമ്മൻ നല്ല അടിപൊളി വൈബ് പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ സ്റ്റേജിലെ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ മറ്റേ കാഞ്ചിയമ്മൻ കോവിലിൻ്റെ അവിടെയുള്ള സ്റ്റേജിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കണ്ട് കുറേ നേരം നടന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി തന്നെ നമ്മുടെ ഈ ഡോൾഫിൻസും സംഭവങ്ങളും ഈ ഹൈഡ്രജൻ ബലൂൺസും കാര്യങ്ങളൊക്കെ ചുട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഇത് പോലീസ് മൈതാനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ കയറി അതൊക്കെ വാങ്ങി പിന്നെ നേരെ പോകാമെന്ന് വെച്ചു. ഇവർ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു ഷുട്ടൂന്. പിന്നെ അലർച്ചിലർ സാധനങ്ങൾ എടുത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൾ പഴമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴി മൂത്തേൻ്റെ വീട്ടിൽ കയറിയോണ്ട് അവിടെ നമ്മൾ ആൾക്ക് സ്നാക്സ് കൊടുത്തു. അങ്ങനെ നമ്മൾ പോയി നേരെ കബീൻ ബാംബൂവിൽ പോയി അവിടുന്ന് പുറത്തായിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂപ്പ് കുടിക്കാനുള്ള പ്ലാനിലായിരുന്നു. അത് പിന്നെ ഇവർക്ക് സൂപ്പ് കുടിച്ചു. ഞാനും ഷുട്ടും ബട്ടർ നാനും നമ്മുടെ ഗാർലിക് ചിക്കനും കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് പോയി. പിന്നെ കബീൻ ബാംബുവിൻ്റെ അവിടെ വരെ വന്ന് നമ്മൾ പിന്നെ ബീച്ചിൽ പോയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഹേ ഗൈസ്, നിങ്ങൾ ഇങ്ങനെ കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും? കൈപിടിക്ക്. പണ്ടത്തേക്കാളും കുറച്ചും കൂടെ ലൈറ്റ്സ് കുറവായിരുന്നു ഇപ്രാവശ്യം പയ്യാമ്പലത്ത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഉള്ള സ്ഥലമൊക്കെ നോക്കി അവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷുട്ടു അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചു. അപ്പോൾ അവൾ കുഞ്ചു കൊണ്ടെടുത്ത് കുറച്ച് സമയം കാണിച്ചു കൊടുത്തു. അങ്ങനെ അധികം അങ്ങോട്ടേക്കൊന്നും പോയില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്ന് അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഷുട്ടോ, ഏയ് ഇതേടെ കോറ്റൊക്കെ പോകുന്ന. അപ്പോൾ
അപ്പോൾ അങ്ങനെ നമ്മൾ ദസറയും ബീച്ചും ഫുഡും ഒക്കെ കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങി. നല്ല രസമായിരുന്നു. ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല, പക്ഷെ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വയ്യെങ്കിലും ഞാൻ ഇന്ന് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോവുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞി ഔട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കുഞ്ഞി ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല ഫാമിലി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.